എല്ലാവർക്കും നമസ്കാരം. ഇതിൻ്റെ തൊട്ട് മുമ്പ് ഇതിൻ്റെ ഒരു ഭാഗം ചെയ്തിരുന്നു. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ അത് കണ്ടിട്ടില്ല, അതുകൂടെ കണ്ടിട്ട് വേണം ഇത് കാണാനായിട്ട്. തുടർച്ച പറഞ്ഞതുപോലെ വരുന്നത്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ആ രീതിയിലുള്ള നടപടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ കേസ് കെട്ടുകളെല്ലാം ഒരു 10-20 വർഷം വരെ നീളാം, ഡെവലപ്മെൻറ്റ്സൊക്കെ അങ്ങനെ നീളാം. അപ്പോൾ ഇപ്പോഴത്തെ നമുക്ക് ഈ 66 പേര് ഇതിനകത്തുള്ളതിനകത്ത് 12 പേര് എക്സ്ട്രീംലി ജെംസാണ്. അവരിതിന് ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി ഒരുപാട് അവർ അധ്വാനിക്കുന്നുണ്ട്, ഇവിടെ വന്ന് താമസിക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഈ എന്നെ കഴിഞ്ഞ് ഉത്സാഹിച്ച് കൂടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് തീർച്ചയായിട്ടും എല്ലാവർക്കും തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് വേണം. പിന്നെ അതുകൂടാതെ 28 പേര് ഓക്കെയാണ്. എബ്രോഡുള്ളവരാണ് ആയിരിക്കാം, ചിലപ്പോൾ ഇവിടെ ആണെങ്കിൽ അവർക്ക് ഭയങ്കര തിരക്കുള്ളത് കൊണ്ട്. അപ്പോൾ അവരെന്താ വെച്ചാൽ അവരെല്ലാം ഈ കോൺട്രിബ്യൂഷൻസൊക്കെ തരാൻ തയ്യാറാണ്. അപ്പം നമുക്കൊരു കാര്യമാണ്, ഇപ്പം നമുക്ക് ഈ 6 ലക്ഷം രൂപ വെച്ച് വാങ്ങിച്ചിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ആ കണക്ക് നോക്കിയാൽ മതി. അവിടെ നിന്ന് 1 രൂപ പോലും ആരും എടുത്തുകൊണ്ട് പോയിട്ടില്ല. എല്ലാം ആ ഒരു ഗേറ്റിനകത്തുണ്ട്, നമ്മുടെ ആ കോമ്പൗണ്ടിൽ തന്നെയുണ്ട്. അവിടെ ഒരു നിയമവിരുദ്ധ പ്രവർത്തനവും ആരും ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. അവിടെ നിന്ന് ആരെയും കക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. അതിനോടുള്ള ഒരു കലിപ്പ് മാത്രമാണ് ആൾക്കാർക്ക് മനസ്സിലാകുന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് 12 പേര് ഭയങ്കര ശക്തമായിട്ട് നിൽക്കുന്നുണ്ട്. 28 പേര് ഓക്കെയാണ്, അവരെ കൊണ്ട് ഒരു ദോഷവും ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 40 പേര്. അപ്പോൾ ഈ 40 പേരോട് എനിക്ക് പ്രതിബദ്ധത കാണിച്ചേ പറ്റൂ. അപ്പോൾ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഇപ്പോൾ ഈ നമ്മുടെ കയ്യിലെ കാശ് മുഴുവൻ തീർന്നു. നമുക്കവിടെ സെക്യൂരിറ്റിക്ക് കൊടുക്കാനായിട്ട് പൈസ ഇല്ല, വെള്ളം അത് കോരാനായിട്ട് അതിനു വേണ്ടി പൈസ കൊടുക്കാനില്ല, ലേബേഴ്സിന് കാശ് കൊടുക്കാനില്ല, നമ്മൾ കാട് കയറി കിടക്കുമായിരുന്നു ഇത്രയും കാലം. ഇങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി. അപ്പോൾ അവിടെയൊക്കെ നിന്ന് പോകാനുള്ള കാര്യം ഇവിടുത്തെ ഒരു ദുഷിച്ച പ്രതിപക്ഷം, നല്ല പ്രതിപക്ഷം എപ്പോഴും നല്ലതാണ്. ഈ ദുഷിച്ച പ്രതിപക്ഷം കയറി ഇങ്ങനെ ഒപ്പീനിയൻ പറഞ്ഞ് ആൾക്കാരുടെ മനസ്സ് മടിച്ചു പോയിട്ട് ആൾക്കാർ പൈസ ഇടാതായി. പക്ഷേ നമ്മൾ കഴിഞ്ഞ ജനറൽ ബോഡി ആ ഡേറ്റ് ഓർക്കുക, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ജൂലൈ മാസം മുതലുള്ള ആ സമയം മുതലുള്ള എല്ലാവരും തന്നെ മാസം ഒരു പ്ലോട്ടിന് 2000 രൂപ കൊടുക്കാൻ കൊടുത്തേ പറ്റുള്ളൂ. അത് ഓബ്ലിഗേഷനാണ്. അപ്പോൾ അത് ഈ 12 പേര് മാത്രമല്ല, അപ്പോൾ 28 പേര് കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വീണ്ടും ഒരു 20 പേരുണ്ട്. ഈ 20 പേര് അതിനകത്ത് ഇപ്പം നിൽക്കുന്ന ആൾക്കാർ ഞങ്ങൾ ഇവിടെയാണോ അവിടെയാണോ അങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുമ്പോൾ. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇതേ നിപ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് അവർക്കൊരു സപ്പോർട്ട് കിട്ടില്ല. യാതൊരു വിധത്തിൽ അവരുടെ ഫ്യൂച്ചർ ആക്ടിവിറ്റീസിനൊന്നും അവർക്ക്. അപ്പോൾ അവരുടെ പേരിലുള്ള പ്രോപ്പർട്ടിയാണ്, അവർ വിറ്റെടുക്കാൻ സപ്പോർട്ടോ അവിടെ വന്ന് ചെയ്യാനായിട്ടോ അവർ വന്ന് വീട് വെച്ച് താമസിക്കാനായിട്ടോ നമ്മളൊന്ന് സ്ട്രോങ് ആയിട്ട് ഇതിൻ്റെ കൂടെ ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഞാൻ അടിയന്തരാവസ്ഥയിൽ തന്നെ ചെയ്തേ പറ്റുള്ളൂ. 8 പേര് നമുക്ക് ശക്തമായ ഹോസ്റ്റൈലാണ്. 4 പേര് അവർ തന്നെ കേസെല്ലാം കൊടുത്ത് ഇതെല്ലാം കൊടുത്ത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്തിരിക്കുന്ന വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു കമ്പനി നടത്തിക്കൊണ്ടിരിക്കുക, ഒരു ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കണക്ക് ചോദിക്കാം. എനിക്ക് കണക്കിൽ സംശയമുണ്ട്, അതിനകത്ത് തെറ്റുണ്ടോ ഇല്ല കറപ്ഷൻ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടോ, അങ്ങനെ ചോദിക്കുന്നത് തെറ്റില്ല. പക്ഷേ കറപ്ഷൻ നടത്തി എന്നും പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റമായി കഴിഞ്ഞു. അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് അതിൻ്റെ പേരിൽ നമുക്ക് സാമ്പത്തികമായിട്ട് നഷ്ടമുള്ളത് തെളിയിക്കാൻ പറ്റുവാണെങ്കിൽ ആ നഷ്ടം അയാളിൽ നിന്ന് ഈടാക്കാം. ഇത് രാജ്യത്തെ നിയമമാണ്. 1 കോടി 2 കോടി 5 കോടിയൊക്കെ കോമ്പൻസേഷൻ വാങ്ങിച്ചു കൊടുത്തേക്കുന്ന ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞ ഒരു 3-4 വർഷത്തിനകത്ത് തന്നെ കേസസ് ഉണ്ട്. നമ്മൾ ഈ കേസ് കൊടുക്കുമ്പോൾ അതിനെക്കുറിച്ച് അറിയത്തില്ല. കേസ് കൊടുത്ത് നമ്മൾ കുറേ അവധിക്ക് വെച്ച പ്രൊസീജിയർ എല്ലാം തീർന്നു കഴിഞ്ഞിട്ട് ഒരു 2-2.5 വർഷം കഴിയുമ്പോഴത്തേക്ക് കോടതി അങ്ങോട്ട് കനച്ചു കഴിഞ്ഞ് നമുക്ക് ഒരു അവധിക്ക് പോലും മാറ്റാൻ പറ്റത്തില്ലാത്ത രീതിയിലായിട്ട് പിന്നെ നമ്മളങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാശ് കൊടുത്തേ പറ്റൂ എന്ന് അങ്ങനെ ഒരു അവസ്ഥ വരും. അത് ഏത് വക്കീലിനെ വെച്ച് കഴിഞ്ഞാലും തെളിവുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായ തെളിവാണ്. കാരണം ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റിൽ ഇവർ പറഞ്ഞിരിക്കുന്നത് വൻതോതിലുള്ള അഴിമതി നടത്തി, വാസയോഗ്യമല്ലാത്ത സ്ഥലമെടുത്തു, അതിനകത്ത് പറഞ്ഞിട്ടുള്ള വിലയിനകത്ത് തട്ടിപ്പ് നടത്തി, ഇതൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ അവിടെ എഴുതി കൊടുത്തേക്ക്. അതെല്ലാം പ്രോപ്പർ ഡോക്യുമെൻ്റാണ്. അതുപോലെ തന്നെ എന്നെ അധിക്ഷേപിച്ചുകൊണ്ട് 10-12 പേജ് എഴുതിയിട്ട് അത് തന്നെ ഹൈക്കോടതിയിൽ അഫിഡവിറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ പക്ക തെളിവുകളാണ്, വ്യക്തമായ തെളിവുകളാണ്, ഡോക്യുമെൻ്ററി പ്രൂഫാണ്. പിന്നെ ഇത് നടന്നെന്നുള്ളത് നമുക്കവിടെ ബാക്കിയുള്ള ഐ വിറ്റ്നസ്സസ് ഉണ്ട്. അപ്പോൾ ഈ 2-2.5 വർഷം വരെ ഇങ്ങനെ നമുക്ക് പതിയെ ഇതങ്ങ് പോകും. എൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള ഒത്തുതീർപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, എന്തായാലും ഇതിൻ്റെ ഫൈനലി ഇപ്പം ഉടനെ തന്നെ ഒരു മെമ്പർഷിപ്പ് ഇവർക്ക് തുടരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള തെളിവുകൾ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ ഇതിന് ലീഗൽ കോൺസിക്വൻസസ് ഉള്ളതുകൊണ്ട്, കാരണം ഇവർക്കുള്ള അവകാശങ്ങളെല്ലാം ഹനിക്കപ്പെടുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഇവർ ചെയ്തിരിക്കുന്ന ഈ ഒരു തിന്മയെക്കുറിച്ച്
അവർ ഹൈക്കോടതി കൊടുത്തിരിക്കുന്നത്, റെറായിൽ പരാതി കൊടുത്തിരിക്കുന്നത്, കള്ളക്കേസ് കൊടുത്തിരിക്കുന്നത്, പബ്ലിക്കിൽ പറഞ്ഞിരിക്കുന്നത്, ഇതെല്ലാം ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് അവർക്ക് നോട്ടീസ് കൊടുത്ത് ഹിയറിങ്ങിന് വിളിച്ചു. ആദ്യത്തെ ഹിയറിങ്ങിന് വന്നില്ല, രണ്ടാമത്തെ ഹിയറിങ്ങിന് വന്നില്ല, മൂന്നാമത്തെ ഹിയറിങ്ങിന് വന്നില്ല, മറുപടി അയച്ചില്ല. അപ്പോൾ എക്സ്പാർട്ടി ആക്കാനായിട്ട്, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഡോക്ടർ ജയരാജൻ കമ്മിറ്റി റിപ്പോർട്ട് നമ്മൾ 2 ലോയേഴ്സിനെ കൂടെ നിയമിച്ചുകൊണ്ട് അവരെ കൊണ്ട് നമ്മൾ റിപ്പോർട്ട് എടുപ്പിച്ചു. അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ സീനിയർ ലോയറിൻ്റെ അഡ്വൈസ് പ്രകാരം നമ്മൾ ഹൈക്കോടതിയിൽ നിന്ന് 3 അഡ്വക്കേറ്റ്സിൻ്റെ ഒരു കമ്മിറ്റിയെ ഏൽപ്പിച്ചേക്കുവാണ്. അവരിവരെ ഫൈനലി ഒരു ഹിയറിങ്ങിന് ദാറ്റ്സ് എ ലാസ്റ്റ് ആൻഡ് ഫൈനൽ. അപ്പോൾ അതിനും അവർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സ്പാർട്ടി ആവും. എക്സ്പാർട്ടി ആയി കഴിഞ്ഞാൽ ഉള്ള തെളിവുകൾ വെച്ചിട്ട് തീരുമാനമെടുത്ത് അത് ഫൈനലാവും. പിന്നെ അതിൻ്റെ മുകളിൽ ഒരു കോടതി പോയാലും പോകാം, കേസ് കൊടുക്കാം, പക്ഷേ കേസ് വിജയിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള ലൂപ്പ് ഹോൾസും ഇല്ലാത്ത രീതിയിൽ. അപ്പം ഒന്നാമത്തെ കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 42 പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. രണ്ടാമത്തെ, ഞാൻ ആയിരക്കണക്കിന് ക്ലാസ്സുകൾ നടത്തിയിട്ടുള്ള ആളാണ്. പിന്നെ എനിക്ക് കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് നല്ല സ്റ്റഡി ഇൻകം ടാക്സ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം എനിക്ക് പെട്ടെന്ന് ഇൻകത്തിനകത്ത് ഡിപ്പ് വന്നിട്ടുണ്ട്. അതെല്ലാം തെളിവുകളാണ്, വ്യക്തമായ തെളിവുകളാണ്. അതുപോലെ തന്നെ ഈ പ്രോജക്റ്റിനകത്ത് എനിക്കുണ്ടായിട്ടുള്ള എൻ്റെ സ്വന്തക്കാർ, എൻ്റെ ബന്ധുക്കൾ, സഹോദരങ്ങൾ, മക്കൾ, എൻ്റെ ശിഷ്യർ, എൻ്റെ കൂടെ പഠിച്ചവർ, ഫ്രണ്ട്സ്, ഇവരെല്ലാം എന്നെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ അവിടെ ഒരു പ്രോജക്റ്റ് നടത്തിയിട്ട് അതിനകത്ത് വൻ തട്ടിപ്പ് നടത്തി എന്നിവർ ഈവൻ പത്രത്തിൽ വരെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ പത്രത്തിൽ കൊടുത്തപ്പോഴത്തേക്കും പത്രത്തിനല്ല ലയബിലിറ്റി, ആ പത്രമായിട്ട് ആരാണോ ഇൻട്രാക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിന് ഉപബോധമായിട്ട് സ്ഥാപിക്കാനായിട്ട് ഇവർ ഈ പറഞ്ഞേക്കുന്ന FIR ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഡബിൾ ഇഫക്റ്റാണ്. പിന്നെ അവിടെ ജുഡീഷ്യൽ മിഷണറിയെ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 248 BNS എന്ന് പറയുന്നത് ശക്തമായ വകുപ്പ് വേറെയുമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിൻ്റെ കോൺസിക്വൻസ് അറിയത്തില്ല, അതിനുള്ള വിവരമേ ഉള്ളൂ, അതിനുള്ള പഠിത്തമേ ഉള്ളൂ. ഞാനിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ കേരള ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർ ചെയ്ത ആൾക്കാരെ വെച്ചിട്ട് തന്നെ ഇവരുടെ വീടുകളിൽ ഇവരുടെ എല്ലാ സംഭവങ്ങളും, ഇവർക്കുള്ള പ്രോപ്പർട്ടി, ഇവരുടെ പേരിൽ എന്തെല്ലാം ഉണ്ട് എല്ലാം കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാണ്ട് 124ഓളം റൈറ്റ് ടു RTIകളാണ് നമ്മൾ കൊടുത്ത് ഇവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ടുള്ളത്. സകല സാധനവും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, അവർക്ക് അവരെക്കുറിച്ച് അറിയത്തില്ലാത്ത, അവരുടെ കുടുംബാംഗങ്ങളെക്കുറിച്ച് അറിയത്തില്ലാത്ത കാര്യങ്ങൾ പോലും നമുക്കറിയാവുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ കേസിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതാണ് ഇത്. അത് വളരെ ഒരു ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിനിപ്പം എനിക്കിത് സ്ഥാപിക്കുക എന്നുള്ളതാണ് എൻ്റെ ടോപ്പ് പ്രയോറിറ്റി. കാരണം എനിക്ക് ബോധ്യപ്പെടണം, ലോകത്തോട് ബോധ്യപ്പെടണം. എൻ്റെ ശിഷ്യർക്ക് ഞാൻ ഈ 390 വെച്ച് എല്ലാം ഉൾപ്പെടെ ഞാൻ സ്ഥലം കൊടുത്തു. അവരുടെ ഒരു പൈസയും ഞാനെടുത്ത് പോക്കറ്റിലിട്ടിരുന്ന ലോകത്തിന് എനിക്ക് സ്ഥാപിച്ചേ പറ്റൂ. എൻ്റെ ജീവനെ കഴിഞ്ഞ് വളരെ വിലപ്പെട്ടതാണ്, അത് സ്ഥാപിച്ചേ പറ്റുള്ളൂ. ഞാൻ അതിനാണ് ടോപ്പ് പ്രയോറിറ്റി. 10 വർഷത്തേക്ക് പ്രോജക്റ്റ് അങ്ങനെ കടന്നാലും എനിക്ക് വരാൻ പറ്റില്ല. അവിടെ ഈ പറഞ്ഞാൽ 20 പേര് ന്യൂട്രലായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരും കൂടെ വരണം. അവരെ കൂടെ വന്നിട്ട് നിങ്ങൾ എല്ലാവരും ആക്റ്റീവായിട്ട് നിന്ന് കഴിഞ്ഞാൽ പ്രോജക്റ്റ് പെട്ടെന്ന്. അപ്പോൾ ഈ ആൾക്കാർ കാശ് തരാത്തതുകൊണ്ട് പ്രോജക്റ്റ് മരിച്ചു പോയാൽ ഞാൻ സമ്മതിക്കത്തില്ല. ഏതായാലും കേസുകാരനാണ്. അപ്പോൾ ഇവിടെ യു ഫോർഗീവ് മീ, ഐ അപ്പോളജൈസ്. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ്. നമുക്കിപ്പോൾ അവിടെ കുറേ പേര് കാശ് തന്നു. 76,000 രൂപയൊക്കെ നമ്മൾക്ക് ററായിക്ക് കേസ് പറയാൻ വേണ്ടി അക്കൗണ്ടിൽ ഇട്ട് തന്നേക്കുന്ന ആൾക്കാരുണ്ട്. എത്ര സത്യസന്ധമായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ അവരങ്ങനെ കുറേ പേര് തരികയും തരാതിരിക്കുകയും, അതുപോലെ തന്നെ നമ്മൾ ഈ ഓരോരുത്തർക്കും 8 സെൻറ്റ് സ്ഥലത്തിന് വെച്ചിട്ട് അടച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഡെവലപ്മെൻറ്റ് പെർമിറ്റ് പാസ്സാകുകയുള്ളായിരുന്നു. 20,000 രൂപ വെച്ച് നമ്മൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ പൈസ പോലും തരാത്ത കുറേ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ ഈ ജനറൽ ബോഡി മീറ്റിങ്ങിനകത്ത് വെച്ച് മന്ത്ലി 2,000 റുപ്പീസ് പെർ പ്ലോട്ട് എന്ന് പറഞ്ഞ് നമ്മളൊരു തീരുമാനമെടുത്ത് മിനിറ്റ്സാക്കി ജനറൽ ബോഡി പാസ്സാക്കിയതാണ്. ഓക്കെ, അപ്പം അത് എന്തായാലും അത് നമുക്ക് നടപ്പിൽ വരുത്തിയേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഏർലിയസ്റ്റ് നിങ്ങളുടെ കുടിശ്ശിക കൊടുക്കണം. കാരണം അവിടെ ശമ്പളം ഒരുപാട് കൊടുക്കാനായിട്ട് കിടപ്പുണ്ട്. ഹിന്ദിക്കാരന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആഹാരം പോലും കഴിക്കാൻ ഇല്ലാത്ത, എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട് അവിടുത്തെ. കാരണം നമ്മുടെ ആൾക്കാർ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള സംഭവം കൊണ്ട് ആൾക്കാർ പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് 2,000 രൂപയൊന്നും എടുക്കാനായിട്ട് അവിടെ ബുദ്ധിമുട്ടുള്ളവർ, അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ല. പിന്നെ ഈ കുറേ പേര് ഞാൻ പറഞ്ഞല്ലോ, ഇവരിങ്ങനെ ഒരു പ്രതിപക്ഷം കുപ്രചരണം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഇനി ഒരു 5 പൈസ പേ ചെയ്യൂല എന്നങ്ങ് തറപ്പിച്ച് ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞിട്ടുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്തായാലും ഞാൻ പറഞ്ഞില്ല, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ചാൽ, ഈ കോർപ്പറേറ്റുകൾ, ഈ ജിയോ, റിലയൻസ് ഒക്കെ പോലുള്ളവർക്ക് ഒരുപാട് പൈസ കിട്ടാനുണ്ടെങ്കിൽ അവർ ചെയ്ത് ചെന്നാൽ ഒന്നിച്ച് കളക്റ്റീവായിട്ട് കേസ് കൊടുക്കും. കുറേ പേരെ ഒന്നിച്ച് ചേർത്ത് കേസ് കൊടുക്കും. അപ്പോൾ ആദ്യം മുതൽ അവധിക്ക് ഇങ്ങനെ പോയി ഒരവധി, 2 അവധി, 3 അവധി, 5 അവധി, ഈ ലാസ്റ്റ് പിന്നെ കോടതിക്ക് അവധിക്ക് വെക്കാൻ പറ്റത്തില്ലാത്തൊരു സമയം വരും. അന്നേരത്തേക്കാണ് അവർ ഒറിജിനൽ വക്കീലിന് വിടുന്നത്.
ശക്തനായ വക്കീലിനെ വിട്ടിട്ട് ഇവരിൽ നിന്ന് കാശ് ഈടാക്കാനായിട്ട്. ഇപ്പം ഞാൻ നിങ്ങളുടെ പേര് ചെയ്യാൻ പോവുകയാണ്, മനഃപൂർവ്വമായിട്ട് പേ ചെയ്യാത്ത ആൾക്കാർ. ഇപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് വരും, പേ ചെയ്യാത്ത ആൾക്കാർ 20,000 രൂപ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ അടച്ച പൈസ പോലും തരാത്ത അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ നിൽക്കുന്ന ആൾക്കാർ 2,000 രൂപ വെച്ചിട്ട് അവർ ഞങ്ങൾ തരത്തില്ലാന്ന് തീരുമാനം എടുത്തേക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് ലീഗൽ നോട്ടീസ് കിട്ടിയിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ച് ഒറ്റ സൈഡിൽ കക്ഷി ചേർത്തിട്ട് കേസ് കൊടുക്കും. അപ്പം മറ്റുള്ള ആൾക്കാരൊക്കെ നിങ്ങളാണ് ഇത് നടത്തിക്കൊണ്ട് പോകേണ്ട അത്യാവശ്യക്കാർ. അവരെത്രയും പെട്ടെന്ന് ചെയ്ത് അത് ക്ലിയർ ചെയ്ത് ചെയ്യുക. ഇതിനെ എതിർത്ത് നിൽക്കുന്ന ആൾക്കാർ, അങ്ങനെ തരത്തില്ല എന്നും പറഞ്ഞ് എതിർത്ത് നിൽക്കുന്ന ആൾക്കാർ, നമുക്ക് ട്രസ്റ്റ് ആകുമ്പോൾ ഈ ട്രസ്റ്റിക്ക് ചില പവറുകളുണ്ട്. നിയമപരമായിട്ട് ട്രസ്റ്റ് പ്രോപ്പർട്ടി എല്ലാവരുടെയും കൂടെ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ട്രസ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ആ ട്രസ്റ്റി എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരു കാര്യം ചെയ്യുകയാണ്, കേസ് ഫയൽ ചെയ്യുകയാണ്. അപ്പോൾ കേസ് ഫയലിംഗ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലീഗൽ ഡോക്യുമെൻ്റ് വരും, അതിനകത്തൊരു ഡേറ്റ് വരും. ആ ഡേറ്റിനകത്ത് നിങ്ങൾ പേ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ രണ്ടാമതൊരു ചോദ്യമോ പറച്ചിലോ വേറെ ഇതൊന്നുമില്ല, നേരെ കേസ് ഫയൽ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ കേസ് ഫയൽ ചെയ്യുമ്പോൾ ഇത് ഫയലായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലീഗൽ പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്തത് ക്യാൻസൽ ചെയ്യണമെങ്കിൽ 25,000 വീണ്ടും കൊടുക്കണം. കാരണം വക്കീൽ വെറുതെ വരത്തില്ലല്ലോ. അപ്പോൾ എത്ര പേരുണ്ട് നമ്മളപ്പോൾ അതനുസരിച്ച് വക്കീലിന് ഫീസ് കൂടെ കൊടുക്കണം. അപ്പോൾ അത് വരുത്തേണ്ട കാര്യമില്ല. നമ്മൾ എന്തായാലും നമ്മൾ ജനറൽ ബോഡിയിൽ തീരുമാനം എടുത്തതാണ്, ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. കോടതി പോയാലും നമ്മൾ ഈ 2,000 രൂപ എന്ന് പറയുന്നതിനെ മാറ്റാൻ പറ്റില്ല. 2,000 രൂപ മന്ത്ലി കൊടുത്തേ പറ്റുള്ളൂ. ഇത് വരുന്നതോടുകൂടി അവിടുത്തെ എല്ലാ ക്രൈസിസും തീരും. ഓക്കെ. അപ്പോൾ ഞാൻ 2 കൂട്ടം ആൾക്കാരെ കാണുന്നുള്ളൂ. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കാശ് കൊടുക്കണം. ഈ 2,000 രൂപ വെച്ചിട്ട് മാസം കൊടുക്കണം. കൃത്യമായിട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് വാല്യൂ വരുന്ന രീതിയിൽ അവിടെ കാര്യങ്ങൾ നടന്നോളും, വ്യക്തമായിട്ട് നടന്നോളും. വേറെ നിങ്ങൾ ഒരു കാര്യം അറിയണ്ട, കൃത്യമായിട്ട് നടക്കണം. ഇനി ഈ കൊടുക്കാത്ത ആൾക്കാരുണ്ടല്ലോ, ഞാൻ കൊടുക്കത്തില്ല, 5 പൈസ ഞാൻ അവിടെ മുടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ഞാനൊരു കാര്യമാണ്, ഏതായാലും ഞാൻ കേസുകാരനായി. പത്രത്തിൽ ഇങ്ങനെ എല്ലാം ഞാൻ ആൾക്കാരുടെ പൈസ പറ്റിച്ചു എന്നും പറഞ്ഞ് ഇങ്ങനെ വരികയും ചെയ്തു. എനിക്ക് അതിൽ കൂടുതൽ ഇനി അവമാനമൊന്നും ഉണ്ടാകാനുമില്ല. ഞാനിതിപ്പോൾ ഇതിൽ കൂടെ തന്നെ പറയുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ ഞാനിത് നടപ്പിലാക്കുക എന്നുള്ള കൃത്യമായ ആ സംഭവം എടുക്കുകയാണ്, അതിനുള്ള ലീഗൽ പ്രോസസ്സ്. അപ്പോൾ കേസ് വരും. ഒറ്റതേ ഉള്ളൂ, എല്ലാവരുടെ പേരിലും ഒരു കേസാണ് വരുന്നത്. കേസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിൽ നിന്ന് ഒഴിവാക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വക്കീൽ ഫീസിൻ്റെ ഒരു പ്രധാന ഭാഗം കൂടെ ആരാണെങ്കിലും കൊടുത്താലേ ഒഴിവാകാൻ പറ്റുള്ളൂ. ഞാനത് പറഞ്ഞില്ല എന്നുള്ളത്, അതുകൊണ്ട് ആ ഒരു ബോധവൽക്കരണത്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ. പിന്നെ നമുക്ക് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അപ്പോൾ ഈ 76,000 രൂപ പേ ചെയ്തേക്കുന്ന ആൾക്കാർക്ക് അതിനൊരു റിട്ടേണോട് കൂടി അവർക്ക് കാശ് കൊടുത്തേ പറ്റുള്ളൂ. നമ്മളിപ്പോൾ റെറായിൽ ഞാൻ പറഞ്ഞില്ല, മറ്റവരുടെ കേസ് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. കാരണം റെറയുടെ വാദഗതി നിൽക്കത്തില്ലാത്ത വാദമാണ്. കാരണം അവിടെ നമ്മൾ സെല്ലറല്ല, നമ്മൾ ബയറാണ്. റിയലൈനും ബയറാണ്. ബയറുടെ പേരിൽ കേസ് നിൽക്കത്തില്ല. ഈ 4 പേര് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഈ പ്രതിപക്ഷമായിട്ട് നിൽക്കുന്ന നാസ്റ്റി പീപ്പിൾ കൊടുത്തിരിക്കുന്ന 4 കേസാണ്. 4 കേസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് അതിന് സ്റ്റേ ചെയ്തിട്ടേക്കുന്നത്. കൊണ്ട് അത് കംപ്ലീറ്റ് തീർന്നു പോകാതെ നമുക്കവിടെ റെറയിലെ കേസ് അവർക്കെടുത്ത് കളയാനായിട്ട് പറ്റത്തില്ല. അവർ ഒറ്റ തടസ്സം മാത്രമേ ഉള്ളൂ. അത് എത്ര വർഷമാണ്, അതുവരെ നമുക്ക് ഈ 76,000 രൂപ അവിടെ പെട്ട് കിടക്കുക, നമുക്കത് പെട്ടെന്ന് എടുത്ത് തരാനായിട്ട് പറ്റത്തുമില്ല. ഓക്കെ, നമുക്കിങ്ങനെ ഒരു നാട്ടിൽ അവിടെ ഒരു ചീത്തപ്പേരുണ്ടായി. സ്വന്തമായിട്ട് ഇപ്പോൾ പ്രോപ്പർട്ടി, നിങ്ങളുടെ പേര് പ്രോപ്പർട്ടി കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിൽക്കാമെന്ന് കോടതി ഉത്തരവുണ്ട്. കൃത്യമായിട്ട് ററ ട്രൈബ്യൂണലിൽ തന്നെ നിങ്ങൾക്ക് ഉത്തരവ് തന്നെ കോപ്പി കയ്യിലുണ്ട്. പക്ഷേ നാട്ടിൽ അറിയപ്പെടുന്ന കേസിൽപ്പെട്ട സ്ഥലമാണ്, അവിടെ പ്രശ്നമാണ്, ദോഷമാണെന്ന് പറഞ്ഞ് നാട്ടിലിങ്ങനെ പറഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഈ ദുഷ്പേരുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ വേറൊരു വീഡിയോ യൂട്യൂബിൽ ചെയ്തേക്ക് നിങ്ങൾ മസ്റ്റായിട്ട് കാണണം. 10 കേസാണ് ഞാൻ അതിനകത്ത് സ്റ്റഡിക്ക് എടുത്തേക്കുന്നത്. ആ 10 കേസുകളുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജെന്യുവിനായിട്ട് 5,000 കോടി, 7,000 കോടി, 12,000 കോടി, 25,000 കോടിയൊക്കെ വെച്ച് നടത്തിയ, ഇന്ത്യയിലും പുറത്തും നടത്തിയിട്ടുള്ള കേസുകൾ 1-2 ന്യൂസ് പേപ്പർ ഇല്ലെങ്കിൽ പാർട്ട്നേഴ്സ് നമ്മൾ ഇതേപോലെ തന്നെ ഗോസിപ്പ് ഇറങ്ങിയിട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട്, ഇല്ലാതായി പോയിട്ടുണ്ട്. അപ്പോൾ ആ പ്രോജക്റ്റ് തന്നെ ഇല്ലാതായി പോയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഇതിന് വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ ഭയങ്കര ശക്തനാക്കി നിർത്തിയാൽ മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് വരും. ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഐ അപ്പോളജൈസ്. ഞാൻ നേരത്തെ മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് യാതൊരു രക്ഷയില്ല, ഞാൻ അതുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. എനിക്കങ്ങനെ പോയേ പറ്റുള്ളൂ. കാരണം ബാക്കിയുള്ളവരെ രക്ഷപ്പെടുത്തണം. 40 പേര് എന്തായാലും ഭയങ്കര സ്ട്രോങ് ആയിട്ട് എന്നോട് തന്നെ നേരിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു 1,40,00,000 രൂപയ്ക്ക് അകത്തൊരു എമൗണ്ട് നമുക്ക് കാണും. അതിപ്പോൾ March 31 കഴിയുമ്പോഴേ നമുക്ക് എത്ര ഫൈനൽ വരുന്നുള്ള കണക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയാൻ പറ്റത്തില്ല. അത് എല്ലാം കണക്ക് കൂട്ടി വീണ്ടും അടുത്ത ഓഡിറ്റ് കഴിഞ്ഞ് വരുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പം നമുക്കറിയാം. പക്ഷേ ആ പൈസ നമ്മൾ അവിടെ കിടക്കുന്ന നമ്മുടെ ഈ കേസിൽപ്പെട്ട 14 പ്ലോട്ടിൽ കിടക്കുന്ന പൈസയാണ്. അത് കേസ് തീർന്നു കഴിഞ്ഞ് റെറയുടെ കേസും തീർന്ന് മറ്റേ കേസോട് തീർന്നാൽ മാത്രമേ നമുക്ക് തിരിച്ച് കിട്ടത്തുള്ളൂ. അതല്ലാതെ നമുക്ക് തിരിച്ച് ഇപ്പോൾ എന്നോട് എടുത്ത് തരാൻ പറഞ്ഞാൽ ഞാൻ തരാനായിട്ടൊരു പ്രൊവിഷൻ ഇല്ലതാണ്, എനിക്ക് തരാനായിട്ട് ബാധ്യതയില്ല.
അപ്പം ഞാൻ തന്നെയല്ല 3.90 തന്നതിന് ശേഷം നിങ്ങൾക്കൊരു ന്യായമായിട്ടൊരു 5 ലക്ഷം രൂപയെങ്കിലും സെൻറ്റിന് അവിടെ വില ഇട്ടുകൊണ്ട് ഇന്നത്തെ ഈ ഇൻഫ്രാസ്ട്രക്ചർ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വില ഇട്ടുകൊണ്ട് ബാക്കി പൈസ കയ്യിൽ നിന്ന് മുടക്കുവാണെങ്കിൽ സൂപ്പർ പ്ലോട്ടായി തീരത്തില്ലേ, സൂപ്പർ പ്രോജക്റ്റായി തീരത്തില്ലേ? എനിക്കൊരു കണക്കറിയാം. ഞാൻ പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്ന് എസ്റ്റിമേറ്റ് ചെയ്യിച്ചതാണ്. കെട്ടിടമെല്ലാം പണിയെല്ലാം ചെയ്ത് എല്ലാം സൂപ്പറായിട്ട് അവിടെ താമസിക്കുമ്പോഴത്തേക്കും ഒരു പ്ലോട്ടുകാരന് 25 lakhs എല്ലാം ആവും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വേൾഡ് സ്റ്റാൻഡേർഡ് അമ്യൂണിറ്റീസും എല്ലാം ഉൾപ്പെടെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മിനിമം അമ്യൂണിറ്റീസ് മാറ്റിക്ക് അത് നമുക്ക് നടത്തിക്കൊണ്ട് പോകാനുള്ള പ്രൊവിഷനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ 50 പേരിൽ കൂടുതൽ ആൾക്കാർ എന്തിനും ഞങ്ങൾ തയ്യാറാണെന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ വ്യക്തമായിട്ട് വിളിച്ചു പറഞ്ഞു. ഞാനപ്പം അത് വെച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പം ഞാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ 4 പേരും ചെയ്ത വലിയ തിന്മയായിപ്പോയി. കാരണം പകുതിക്ക് താഴെയുള്ള വിലയ്ക്ക് ഞാൻ അവർക്ക് 3.90 അവർക്ക് സ്ഥലവും കൊടുത്തു, 5 ഏക്കർ സ്ഥലം എക്സ്ട്രായും കൊടുത്തു. എന്നിട്ട് അവർ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നാളെ ഇത് ലോകത്തിനൊരു പാഠമായിരിക്കണം. അതുകൊണ്ട് അവർ ഓരോരുത്തരിൽ നിന്നും ഞാൻ എന്തായാലും കേസ് പറഞ്ഞ് എവിടെ വരെ പോയാലും ശരി, എനിക്കിപ്പോൾ അതിന് 1-2 കോടി രൂപ മുടക്കണമെന്നുണ്ടെങ്കിൽ ഇല്ലാത്ത ആളല്ല. അപ്പോൾ അങ്ങനെ കേസ് പറഞ്ഞിട്ടാണല്ലേ അത് വാങ്ങിച്ചതിന് ശേഷം എൻ്റെ പുസ്തകത്തിനകത്ത് ഒരു പുതിയ ചാപ്റ്ററായിട്ട് ഈ ഗ്രീൻ സിറ്റിയുടെ സ്റ്റഡി. അപ്പോൾ ഗ്രീൻ സിറ്റി ഇനി നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ ഗ്രീൻ സിറ്റി അവിടെ കാണും. അതിനകത്ത് ആർക്കും മാറ്റം വരുത്താൻ പറ്റത്തില്ല. കാരണം അതുകൊണ്ടാണ് ട്രസ്റ്റ് ഉണ്ടാക്കുകയൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാലും അതവിടെ നിൽക്കും. പക്ഷേ അതിൻ്റെ പുറകിൽ വന്നിട്ടുള്ള കഥ കേരളത്തിലെ റിയൽ എസ്റ്റേറ്റിനകത്ത് ഇനി ആരും കയറി ഇങ്ങനൊരു സംഭവം ചെയ്യത്തില്ലാത്ത രീതിയിൽ മാതൃകയായിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച ആൾക്കാർക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മാത്രമല്ല, അവർക്ക് വീടോ ഫ്ലാറ്റോ മറ്റേ ലാൻഡോ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അറ്റാച്ച്മെൻറ്റിൽ കൊണ്ടുവരും. അത് ലോകത്തിനൊരു വലിയ പാഠമായിരിക്കണം. അപ്പോൾ ഇത് നശിപ്പിക്കുന്നത് മാത്രമല്ല, ഇനി അതിൻ്റെ കൂടെ പോയ ആൾക്കാർ ചേരുന്നുണ്ട്, അവർക്ക് ചേരാം. പിന്നെ എനിക്ക് വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ആദ്യമേ തന്നെ നിങ്ങളുമായിട്ടൊരു എഗ്രിമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് റിയലൈനകത്തോട്ട് നമ്മൾ പൈസ വാങ്ങിക്കുന്നത്. വാങ്ങിക്കുമ്പോൾ ആ എഗ്രിമെൻറ്റ് എല്ലാവരും, കാരണം വെച്ചാൽ നിയമം അറിയാവുന്ന ഞാൻ ആ എഗ്രിമെൻറ്റ് ചെയ്യാതെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും നാളെ കേസ് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ കേസ് എനിക്ക് കുരുക്കാവുമെന്ന് എനിക്ക് നല്ലതും അറിയാം. അപ്പോൾ ആ എഗ്രിമെൻറ്റ് എല്ലാവരും ഒപ്പിട്ടിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ എഗ്രിമെൻറ്റ് കിട്ടിയിട്ട് സ്റ്റാമ്പ് പേപ്പറിലുള്ള എഗ്രിമെൻറ്റ് വീട്ടിൽ കിട്ടിയിട്ട് അത് വീട്ടിൽ വെച്ചിരുന്നു. പല ആൾക്കാരും നിങ്ങൾ ലാൻഡ് ഡോക്യുമെൻറ്റ് ആധാരത്തിൻ്റെ ഇത് ഒറിജിനൽ വാങ്ങിക്കാനായിട്ട് വന്ന മീറ്റിങ്ങിലാണ് അത് തിരിച്ചു കൊണ്ടുവന്നത്. പക്ഷേ അവിടെ വെച്ചിട്ടാണെങ്കിലും ശരി ഒപ്പിടാത്ത ആൾക്കാരെ കൊണ്ട് ഒപ്പിടിക്കുകയും അതോടൊപ്പം തന്നെ അതിനകത്ത് വിറ്റ്നസ് ഇല്ലാത്ത ആൾക്കാരെ കൊണ്ട് വിറ്റ്നസ് ചെയ്യുകയും എല്ലാം ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാൻ നിങ്ങൾക്ക് അത്രയും സമയം കിട്ടിയിട്ടുണ്ട്. മലയാളത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിനകത്ത് ഞാനത് സാമ്പിളായിട്ടൊരു കോപ്പി ഇതിനകത്ത് നിന്ന് ഞാൻ നേരത്തെ മുതൽ ഇട്ടിട്ടുണ്ട്, വീണ്ടും വേണേൽ ഇട്ട് തരാം. ടെലഗ്രാമിനകത്ത് അതെല്ലാം കിടപ്പുണ്ടെന്ന് കയറി നോക്കിയാൽ മതി. അതിനകത്ത് നിങ്ങൾ അതിന് ക്ലോസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ക്ലോസ് 6 നോക്കണം, അതുപോലെ ക്ലോസ് 10 നോക്കണം, ക്ലോസ് 11 നോക്കണം, ക്ലോസ് 21 നോക്കണം, ക്ലോസ് 23 നോക്കണം, ക്ലോസ് 24 നോക്കണം. അത് ഒരു കാരണവശാലും ആ എഗ്രിമെൻറ്റ് ഞാനില്ലാതായാലും ആ എഗ്രിമെൻറ്റ് ഇല്ലാതാകത്തില്ല. നിങ്ങൾ ആ പ്രോപ്പർട്ടി വിറ്റ് വേറൊരാളുടെ കയ്യിലെ പ്രോപ്പർട്ടി പോയാലും ഈ എഗ്രിമെൻറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യത്തിനകത്ത് ചില വാലിഡിറ്റി ഉണ്ട്. ആ വാലിഡിറ്റിക്കകത്ത് ഞാൻ പറയാൻ പോകുന്ന ഇതുണ്ട്. സി പട്ടികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ ഈ മോളിൽ പറഞ്ഞ നമ്പറുകളിൽ പറഞ്ഞിട്ടുള്ള ക്ലോസുകളിൽ പറഞ്ഞിട്ടുള്ള സി പട്ടികയിൽ നമ്മൾ കുറേ അമ്യൂണിറ്റീസ് പറയുന്നുണ്ട്. ആ അമ്യൂണിറ്റീസ് കോമൺ ഏരിയയിൽ എല്ലാവരുമായിട്ട് ആലോചിച്ച് ഒരു അഭിപ്രായ ഐക്യമുണ്ടാക്കിയതിന് ശേഷം 2ാം ഘട്ടമായിട്ട് നടത്തി കൊടുക്കും എന്നാണ് ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമാണ്, അത് നടത്തി കൊടുക്കും എന്ന് തന്നെയാണ് ആ എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. ആ എഗ്രിമെൻറ്റിൻ്റെ മുകളിൽ പറഞ്ഞ ക്ലോസുകളിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിൻ്റെ എത്രയാണ് ഓരോ പ്ലോട്ട് ഉടമയും ഇതുവരെ മുടക്കിയിട്ടുള്ളതിന് ശേഷം വരുന്ന പൈസ അവരവർ കൃത്യമായിട്ട് കൊടുക്കേണ്ടതാണ്. 30 ദിവസത്തിനകത്ത് അതായത് നമ്മുടെ കമ്പനി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 30 ദിവസത്തിനകത്തായി എമൗണ്ട് കൊടുക്കണമെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക. 4 സ്ഥലത്ത് ഈ മുകളിൽ പറഞ്ഞ ആ ഒരു ക്ലോസുകൾ നിങ്ങൾ എടുത്തു നോക്കുക, അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അതുപോലെ തന്നെ തർക്കം ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് നേരെ കോടതി പോകാമെന്നല്ല പറഞ്ഞേക്കുന്നത്. നമുക്ക് ആർബിട്രേഷൻ നടത്താം, കൺസിലിയേഷൻ നടത്താം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് തയ്യാറാകാതെ ഏതെങ്കിലും ഒരു പാർട്ടി ആദ്യം അത് ചെയ്യണം. അതിന് നമ്മൾ തയ്യാറാകാതെ നമ്മൾ കോടതിയിൽ പോവുകയാണെങ്കിൽ വരുന്ന നഷ്ടം ആരാണോ നഷ്ടം വരുന്ന ആൾ കൊടുക്കണമെന്ന് നമ്മൾ ക്ലോസ് അതിനകത്ത് എഴുതി ഒപ്പിട്ട് വെച്ചേക്കുകയാണ്. ഇതെല്ലാം നമ്മൾ സമാഹരിച്ച് കൃത്യമായിട്ട് ചെക്ക് ചെയ്ത് നമ്മുടെ ലാൻഡ് ഡോക്യുമെൻറ്റിൻ്റെ കൂടെ തന്നെ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് അലമാരിയിൽ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഡോക്യുമെൻ്റാണ്.
ഓക്കെ. അപ്പോൾ ഈ പൊതു സൗകര്യങ്ങൾ എന്തെല്ലാം കൊടുക്കും എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് അത് പിന്നെ ഈ പറഞ്ഞ പ്ലോട്ട് ഓണേഴ്സിൻ്റെ അഭിപ്രായം ഒന്നിച്ചാക്കി ഭൂരിപക്ഷം പറയുന്ന ആളത്രയാണോ എത്ര രൂപ നമുക്കതിന് ചിലവ് വരണമെന്ന് എസ്റ്റിമേറ്റ് ചെയ്തതിന് ശേഷം ഇതുവരെ തന്നിട്ടുള്ളത് മുഴുവൻ തീർന്നല്ലോ. ഇനി 1.5 കോടി രൂപയ്ക്ക് അകത്തൊരു എമൗണ്ട് ഈ പറഞ്ഞ 14 പ്ലോട്ടുകൾ കിടക്കുന്ന പൈസ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു പൈസയും അവിടെ ഇല്ല. നിങ്ങളിങ്ങനെ മാത്രം നോക്കിയാൽ മതി. 390 തരണമെന്നുണ്ടെങ്കിൽ ആ കണക്ക് മാത്രം നിങ്ങളൊന്ന് എടുത്തിട്ട് വീണ്ടും നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും തീരും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ പറഞ്ഞ മേപ്പടി പദ്ധതിയിൽ വരുന്ന 5% ഭൂമി ഈ ലൈഫ് ലൈൻ ഫൗണ്ടേഷൻ എന്ന ട്രസ്റ്റിലേക്ക് മാറ്റം ചെയ്ത് അതിനെ ഒരു സീനിയർ ലിവിങ് ആയിട്ട് മാറ്റാനായിട്ട് ഒന്നാം കക്ഷി, അതായത് റിയലൈന് അധികാരമുണ്ടായിരിക്കുന്നതാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ വാട്സപ്പിൽ കൊണ്ടുവന്ന് വോയിസ് ഇട്ടിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഇനിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ വാട്സപ്പിലൊക്കെ വന്നുകൊണ്ടുള്ള തോന്നിയ പോലെ വോയിസ് ഇടുന്നതിന് മുമ്പ് നിങ്ങൾ ഈ പിന്നെ ആധാരം, നിങ്ങൾക്ക് കേട്ടുന്ന ലാൻഡിൻ്റെ ആധാരം എടുത്തിട്ട് അതിനകത്തൊന്ന് വായിച്ചു നോക്കണം. അതും നമ്മുടെ ഈ ഒരു എഗ്രിമെൻ്റ് എടുത്തേക്കുന്ന എഗ്രിമെൻറ്റിനകത്തുള്ള ഈ 2 ഡോക്യുമെൻറ്റ് നമുക്ക് ബൈൻഡിങ് ഡോക്യുമെൻ്റാണ്. അപ്പോൾ ആധാരത്തിനകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഇത് നമ്മൾ അസോസിയേഷൻ ഒന്നും ചെയ്യുന്ന പോലെയല്ല, ഈ മുഴുവൻ റോഡുകളും മുഴുവൻ കോമൺ ഏരിയയും ട്രസ്റ്റിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടിയാണ്. യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഈ ട്രസ്റ്റിന് നമ്മൾ കൃത്യമായിട്ടുള്ള വരിസംഖ്യ കൊടുത്തില്ലെങ്കിൽ ഇതിലേത് ഉപയോഗം വേണമല്ലോ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ട്രസ്റ്റിനെ വിലക്കാം, കൃത്യമായിട്ട് വിലക്കാം. കാരണം ട്രസ്റ്റിന് വേറൊരു കാര്യമാണ്, അവിടെ ട്രസ്റ്റിന് ബാക്കിയുള്ളവരുടെ സ്വത്താണിത്. അപ്പോൾ ട്രസ്റ്റീസിന് അത് സംരക്ഷിക്കാനുള്ള ഓബ്ലിഗേഷൻ ഉള്ളതുകൊണ്ട് കോടതിയിൽ നിന്ന് അവർക്ക് ട്രസ്റ്റീസിന് പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ക്ലോസ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് പിന്നെ ഒരു വിധത്തിലും നമുക്കതിൽ നിന്ന് മാറിപ്പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന തർക്കങ്ങളുണ്ടെങ്കിലും മധ്യസ്ഥയിൽ തന്നെ പരിഹരിക്കണം. ക്ലോസ് 21 പറഞ്ഞിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്ലോസ് 22 മേൽ വ്യവസ്ഥകൾ ആരെങ്കിലും ലംഘിക്കുകയാണെങ്കിൽ മറ്റേ പാർട്ടിക്ക് ഉണ്ടാകുന്ന നഷ്ടം ആരാണോ അത് വരുത്തുന്ന ആൾ കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ കോടതി പോയിരിക്കുന്നതിൻ്റെ മുഴുവൻ നഷ്ടങ്ങളും അവരവിടെ നിന്ന് പ്രോപ്പർട്ടി വിറ്റ് കാശ് എടുത്തുകൊണ്ട് പോകണമെങ്കിൽ 10 വർഷം 20 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും നഷ്ടം തന്നേലേ പറ്റുള്ളൂ. ഈ എഗ്രിമെൻ്റ് എല്ലാം നമുക്ക് കൃത്യമായിട്ടുള്ള വാലിഡാണ്. അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന വക്കീലുമാർ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം. ഞാനൊരു LLB മാത്രമല്ല, LLM PhD ഒക്കെ ചെയ്ത ആളാണ്, നിയമം വായിച്ച് നല്ലപോലെ മനസ്സിലാകുന്ന ആളാണ്. ഒരു തെറ്റും വരാത്ത രീതിയിൽ വീണ്ടും ആവർത്തിച്ച് നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഇല്ലാത്തൊരു കാലം വന്നാൽ പോലും ഇത് നടത്തിക്കൊണ്ട് പോകുന്നതിന് ഒരു ബുദ്ധിമുട്ടും വരരുത്. പിന്നെ ഞാനൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവരും എൻ്റെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് ഞാനൊരു അഭിപ്രായത്തിന് വേണ്ടിയിട്ട് കുറച്ചൊന്ന് വിട്ടുകൊടുത്തിരുന്നു. ആ വിട്ടുകൊടുത്തപ്പോഴത്തേക്ക് ഇപ്പോൾ മാക്സിമം കുളവായി. ഇനി എനിക്ക് ശക്തമായിട്ട് പിന്നെ കൃത്യമായിട്ട് നമുക്കത് ചെയ്തേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ ക്ലോസ് 23 എടുത്ത് വായിച്ച് നോക്കണം. അപ്പോൾ മോഡലായിട്ട് ഒരെണ്ണം അതിനകത്ത് ഇട്ടിട്ടുണ്ട്, ടെലഗ്രാമിൽ കിടക്കുന്നുണ്ട്. അതിനകത്ത് ക്ലോസ് 23 പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കൃത്യമായിട്ട് വിഹിതം നമ്മളവിടെ എന്ത് ഡെവലപ്മെൻറ്റ് നമ്മൾ നടത്തി കഴിഞ്ഞാലും അത് കൃത്യമായിട്ട് വിഹിതം നമ്മൾ കൊടുത്തിരിക്കണം. കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് ട്രസ്റ്റിന് അത് മുന്നോട്ട് പോയത് ഈടാക്കാനുള്ള, ഞാനതെങ്ങനെയെന്ന് ഇപ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് നമ്മൾ വായിക്കണം, വായിച്ചിട്ട് നമ്മൾ അതിൻ്റെ കണ്ടീഷൻസ് വായിക്കണം. അതുകൂടെ നമ്മൾ ആധാരം വായിച്ച് നോക്കണം. ആധാരത്തിനകത്ത് ഇതിനകത്ത് ഓരോ മെമ്പർക്കും 5 സെൻറ്റെങ്കിലും സ്ഥലമുണ്ട്. 5 ഏക്കർ സ്ഥലമുണ്ടല്ലോ മൊത്തം. അത് ആരും കൊണ്ടു തന്നതല്ല, 9 കോടിയിലധികം രൂപ നമ്മൾ കൊടുത്ത് വാങ്ങിച്ചതാണ്. അപ്പോൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ 5 സെൻറ്റോളം സ്ഥലം എല്ലാവർക്കും ഉണ്ട്. ആ സ്ഥലം ഉള്ളപ്പോൾ അത് എല്ലാവർക്കും ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ അത് യാതൊരു പ്രശ്നമില്ല. പക്ഷേ റോഡും മറ്റും ഉപയോഗിക്കുമ്പോഴത്തേക്കും എൻ്റെ വാഹനം വരരുത്, നിൻ്റെ വാഹനം വരണം. അതുപോലെ തന്നെ അവിടെ കൃത്യമായിട്ട് ട്രസ്റ്റിന് ഈ മാസ വരിസംഖ്യ കൊടുത്തില്ലെങ്കിൽ ആ വാഹനങ്ങളോ ഇല്ല അവരുടെ എൻട്രിയോ നമുക്ക് അവരുടെ ഏത് ഉപയോഗമോ നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ള എല്ലാ അമ്യൂണിറ്റീസും ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനം ആധാരത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അവിടെ ഇതിനിടയ്ക്കൊരു സംഭവം ഉണ്ടായി. ഞാൻ അതാ പറഞ്ഞു, ഇനി നിങ്ങളെന്തെങ്കിലും കമൻറ്റ് പറയുന്നതിന് മുമ്പ് നിങ്ങൾ വക്കീലിൻ്റെ അടുത്ത് ചോദിക്കണം. ഞാൻ എക്സ്ട്രീംലി ഇതായിട്ട് ഞാൻ എടുക്കത്തുള്ളൂ, കാരണം നടത്തിക്കൊണ്ട് പോകണം എന്നുള്ളത് ഭയങ്കര നിർബന്ധ ബുദ്ധി എനിക്കുണ്ട്. ഇപ്പോൾ ഈ അവിടെ ഓരോരുത്തർ അഭിപ്രായം പറഞ്ഞു, അവിടെ കിടന്ന 4 ഏക്കർ സ്ഥലം ചൊളിവിൽ കരസ്ഥമാക്കി. എനിക്ക് തിരുവനന്തപുരത്ത് തന്നെ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റികളുണ്ട്. എനിക്ക് കോഴിക്കോട്ടേക്ക് വന്ന് കരസ്ഥമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഫർദറായിട്ട് കേസ് എസ്കലേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാനതെടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ പിന്നെ ശിഷ്യന്മാരെ കൊണ്ടും ഞാനും ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് അതിനകത്ത് ഉള്ള സംഭവം. ഇനിയിപ്പോൾ അതിൻ്റെ ടൗൺഷിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഇൻ്റർനാഷണൽ സ്കൂൾ അതിനോട് ചേരെ കൊണ്ടുവരികയാണ്. അവിടേക്ക് വാഹനം പോകണമെങ്കിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പെർമിഷൻ വേണമെന്നൊന്നും ഒരാൾക്കും ഒന്നും പറയാൻ പറ്റില്ല, അത് നിൽക്കത്തില്ല. നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്യാം, നിങ്ങൾക്ക് കേസ് കൊടുക്കാനുണ്ട് ഇപ്പോഴേ കൊടുത്താൽ, കാരണം കേസ് പഴുത്ത് വിധി പറയാൻ തയ്യാറായിട്ട് നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ അഭിപ്രായം കൊണ്ടായിരുന്ന ഇപ്പോൾ എനിക്കൊരു നിങ്ങൾക്ക് ഒരാൾക്കൊരു പ്ലോട്ടുണ്ട്, അതിൽ വേറെ വാഹനം വരാൻ ഒക്കില്ല, അത് ഞങ്ങളുടെ മാത്രമാണ്. അങ്ങനെ ഞങ്ങൾക്കൊരു പ്ലോട്ട് ഇല്ല അവിടെ.
ട്രസ്റ്റിനകത്തോടുള്ള പ്ലോട്ടിൽ കൃത്യമായി മാസവരിസംഖ്യ കൊടുക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടംപോലെ യഥേഷ്ടം ഉപയോഗിക്കാനായിട്ടുള്ള സൗകര്യമാണ്. അല്ലാതെ ട്രസ്റ്റിനെ അത് റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ടോ ട്രസ്റ്റ് അങ്ങനെ ചെയ്യാവുന്ന ആർക്കും പറയാനായിട്ട് ഒപ്പീനിയൻ പറയാനായിട്ട് പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ നമുക്ക് ഇൻ്റർനാഷണൽ സ്കൂൾ വേണേൽ കൊണ്ടുവരാം, ഹോസ്പിറ്റലിൽ കൊണ്ടുവരാം, ഒരുത്തർക്കും അത് ക്വസ്റ്റ്യൻ ചെയ്യാനോ അതിന് തടസ്സപ്പെടുത്താനോ നമുക്ക് പറ്റത്തില്ല. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പം ഇത്രയും ആയ നിലയ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും പോലീസിൻ്റെ സഹായവും നിയമത്തിൻ്റെ സഹായവും തേടുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാത്ത കമൻറ്റുകളൊന്നും ചെയ്യാതെ എല്ലാവരും കൂടി അതിനെ വിജയിപ്പിക്കാൻ നോക്കുക എന്നുള്ളതല്ലാതെ ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേര് കമൻറ്റ് പറഞ്ഞപ്പോൾ ഞാനൊന്നും പറഞ്ഞുകൊണ്ടിരുന്നില്ല. അന്നേരം ഒന്നും കയറി അതിനെ ഞാൻ തടസ്സപ്പെടുത്താനൊന്നും പോകത്തില്ല. ഇനി എനിക്ക് ഫ്യൂച്ചറിലേക്ക് യാതൊരു വാണിങ്ങും ഇല്ല. ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് അതിനകത്ത് അഡീഷണൽ 5 സെൻറ്റ് സ്ഥലമെങ്കിലും ഉണ്ട്. അത് ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള എല്ലാവരുടെയും കൂടെ കൺസെൻ്റ് ഉള്ള ഉപയോഗങ്ങൾ. പിന്നെ റിയലൈൻ അത് ചെയ്യണമെന്നുള്ളതോ ഇല്ലെങ്കിൽ റിയലൈൻ പിന്നീട് കാണത്തില്ല. കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് റിയലൈൻ എന്ന് പറഞ്ഞൊരു കമ്പനി അവിടെ കാണത്തില്ല, ട്രസ്റ്റ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ റിയലൈൻ്റെ അവകാശങ്ങൾ സബ്സിഡി ചെയ്യുന്നത് ട്രസ്റ്റായിരിക്കും. അപ്പോൾ ട്രസ്റ്റിൻ്റെ തീരുമാനം അന്തിമമായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം അവിടെ അവതരിപ്പിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ചുമ്മാ വന്ന ഒപ്പീനിയൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ കേസ് വരും. 50% മുകളിൽ ആൾക്കാരുടെ കയ്യിൽ നേരത്തെ എഴുതി വാങ്ങിച്ചൊരു പ്രമേയം അവതരിപ്പിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഇനി ഒരു അഭിപ്രായം അവിടെ കൊണ്ടുവന്ന് എഴുന്നള്ളിച്ച് അതിൽ കൂടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. നമുക്കിപ്പോൾ ഇന്ത്യക്കാരുടെ ജോലിക്കാരുടെ ശമ്പളം പോലും മുടങ്ങിക്കിടക്കുന്നവർ, അപ്പോൾ അങ്ങനെ മുടങ്ങിക്കിടക്കുകയും ഇനി അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാതെ ഇരുന്നാൽ അത് എൻ്റെ കഴിവുകേടാണ്. ഞാൻ നിങ്ങളോടൊരു ഒരു റിലാക്സേഷൻ കാണിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു കഴിവുകേടായിട്ട് അതിനെ പരിഗണിക്കും. ഞാൻ ഏതായാലും തയ്യാറല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറയുവാണ്, ആരാണോ ഇതുകൊണ്ട് വരുന്നത് അവൻ്റെ കഷ്ടകാലം. ചെറിയൊരു പ്രശ്നം, ചെറിയൊരു ഗോസിപ്പ് കൊണ്ടായിരിക്കും നമുക്ക് ട്രസ്റ്റിന് ദോഷം വരുന്നത്, ഡെവലപ്മെൻറ്റിനകത്ത് വരുന്നത്, ഇനി വരാൻ പോകുന്ന എംപ്ലോയീസിനെ കുറിച്ച് വരുന്നത്. എന്ത് വന്നു കഴിഞ്ഞാലും വളരെ ശക്തമായിട്ട്, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റീവായിട്ട് നിൽക്കുന്നവരെല്ലാം അതിനെ സപ്പോർട്ട് ചെയ്യണം. കാരണം അങ്ങനെ ഒരു അധികാരം വെച്ച് നടത്തിയാൽ മാത്രമേ നമുക്കത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ C പട്ടികയിൽ പറഞ്ഞിട്ടുള്ള സാധനം തന്നില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ആഗ്രഹിച്ച സാധനം ഇനിയാണെങ്കിലും കേസ് തീരണം എന്ന് മാത്രമല്ല, 2 കേസുകളുടെ റെറയുടെ കേസ് കിടക്കുന്നതും അതുപോലെ തന്നെ അമ്പല കമ്മിറ്റിയുടെ കേസ് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ചെയ്യാനുള്ള പൈസ അവിടെ തന്നെ ഉണ്ട്. ഇനി എത്ര പൈസ അത് ചിലവായി പോകുമെന്ന് എനിക്കറിയത്തില്ല. ബാക്കി പൈസ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തരാനായിട്ട് നമ്മൾ വ്യവസ്ഥ കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പട്ടികയിൽ പറഞ്ഞിട്ടുള്ള ക്ലബ് ഹൗസ്, അപ്പോൾ സാധാരണഗതിയിൽ മിനിമം താമസക്കാർക്കാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപയുടെ മുടക്കേ ഉള്ളൂ. അതിനകത്ത് ജിംനേഷ്യം 10 ലക്ഷം രൂപയുടെ മുടക്കേ ഉള്ളൂ, മെഡിറ്റേഷൻ സെൻറ്റർ 10 ലക്ഷം രൂപയുടെ മുടക്കേ ഉള്ളൂ, കുട്ടികളുടെ പാർക്ക് 10 ലക്ഷം രൂപയുടെ ആവശ്യമേ ഉള്ളൂ, ബാഡ്മിൻ്റൺ കോർട്ട് 10 ലക്ഷം രൂപയുടെ അതേ ഉള്ളൂ, മീറ്റിംഗ് ഹാള് 10 ലക്ഷം രൂപയുടെ ഉള്ളൂ, സ്വിമ്മിംഗ് പൂള് 25 ലക്ഷം രൂപയുടെ കാര്യം ഓൾറെഡി നമുക്ക് പൂളുണ്ട്, അതിനെ സ്വിമ്മിംഗ് പൂളായിട്ട് കൺവേർട്ട് ചെയ്താൽ മതി. തിയേറ്റർ 10 ലക്ഷം രൂപയുടെ കാര്യമുള്ളൂ. നടപ്പ് വഴിയൊക്കെ നമ്മൾ ചെയ്ത് ഹെലിപ്പാഡ് നമുക്ക് ഓപ്ഷണലാണ്. നമ്മൾ സ്ഥലം കണ്ടെത്തിയിട്ടില്ല, ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ മുകളിലേക്കായിരിക്കും അത് കണ്ടെത്താനായിട്ട് നോക്കുന്നത്. അതൊന്നും ഇപ്പോൾ ഉള്ള പൈസയിലെല്ലാം അഡീഷണൽ കോൺട്രിബ്യൂഷനോട് കൂടി മാത്രമേ വരത്തുള്ളൂ. സൂപ്പർ മാർക്കറ്റ് നമ്മൾ കാശ് മുടക്കണ്ട, സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ സൂപ്പർ മാർക്കറ്റ് അവിടെ ഇടാനായിട്ട് വന്നോളൂ. കോഫി ഷോപ്പ് അതുപോലെയാണ്. പൊതു റോഡുകളെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് മതിലിന് പകരം നമ്മൾ ഒരു 20-25 വർഷത്തേക്ക് നിൽക്കുന്ന ഫെൻസിങ് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. സുരക്ഷാ വാഹനങ്ങൾ നമ്മൾ അതിന് പകരം നമുക്കിനി അത് ബഗ്ഗീസൊക്കെ വാങ്ങിച്ചിടണം. അതിന് നമുക്ക് ഈ പറഞ്ഞതുപോലെ വലിയ എമൗണ്ട് ഒന്നുമില്ല. അതും നമുക്ക് ഈ പറഞ്ഞതുപോലെ സുരക്ഷാ ജീവനക്കാർ അവരെ നമ്മൾ ഭംഗിയായിട്ടെല്ലാം നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കുള്ള പ്രൊവിഷനുണ്ട്. മാക്സിമം വന്നാൽ 1 കോടി രൂപയ്ക്കകത്ത് ഇതെല്ലാം തീരും. അതല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ലോകോത്തര സ്റ്റാൻഡേർഡിലാണെങ്കിൽ നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതവിടെ എഗ്രിമെൻറ്റിൽ കൃത്യമായിട്ടുണ്ട്. അതിൽ നിന്ന് ആർക്കും മാറാനായിട്ട് പറ്റത്തില്ല. ഞാനിതിനകത്ത് വന്നൊരു ഞാനിതിനകത്തൊരു മുൻകൈ എടുത്തുകൊണ്ട് എൻ്റെ തലയ്ക്ക് കൊണ്ട് വെച്ചിട്ട് എനിക്ക് കുറച്ച് ഇത് വിജയൻ സാറിൻ്റെ സ്വപ്നം, അങ്ങനത്തെ എനിക്ക് യാതൊരു സ്വപ്നമില്ല. എൻ്റെ സ്വപ്നം എല്ലാം തീർന്നു. എനിക്കത് ശിഷ്യന്മാരിൽ നിന്ന് കയ്യിൽ നിന്ന് കൃത്യമായിട്ട് കിട്ടുകയും ചെയ്തു. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന എഗ്രിമെൻറ്റ് നിങ്ങൾ ഒന്നുകൂടി എടുത്ത് വായിച്ചു നോക്കണം. അതിനകത്ത് വാട്ടർ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് പോലും നമ്മൾ 8 സെൻറ്റ് സ്ഥലവും കിണറും അവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, പറഞ്ഞിട്ടില്ലാഞ്ഞിട്ട് പോലും. അതുപോലെ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല എഗ്രിമെൻറ്റിനകത്ത്, വായിച്ചു നോക്കൂ. അതിനകത്ത് പക്ഷേ നമ്മൾ 2 സ്ഥലത്തു നിന്ന് നമ്മൾ 3 ഫേസ് എടുത്ത് ഓൾറെഡി അവിടെ കൊണ്ട് വെച്ചേക്കുവാണ്. അത്യാവശ്യക്കാർക്ക് അത് എടുക്കാം. അപ്പോൾ എനിക്ക് വീണ്ടും ഒരിക്കൽ കൂടെ പറയാനുള്ളത്, ഈ ഫോർഗീവ് മീ, എന്നോട് ഞാൻ അപ്പോളജൈസ് ചെയ്യുന്നു. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 പേര് ഒരു പ്രശ്നമില്ലാന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് പൈസ അടച്ചോളാം, ഉടനെ തന്നെ അടച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ അടയ്ക്കുക. അല്ലാത്ത ആൾക്കാർ 20 പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഇവിടെയല്ല അവിടെയല്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരുടെ പേരിൽ ലീഗൽ നോട്ടീസ് വരും.
ലീഗൽ നോട്ടീസ് വന്നിട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഡേറ്റ് കഴിയുമ്പോഴത്തേക്കും കൃത്യമായിട്ട് തന്നെ നിങ്ങൾക്കെതിരെ നിങ്ങളിൽ നിന്ന് ആ എമൗണ്ട്, കാരണം 20,000 രൂപയൊക്കെ പഞ്ചായത്തിൽ അടച്ചത് പോലും തന്നിട്ടില്ല. ആ കാശ് എൻ്റെതല്ല, മറ്റുള്ളവരുടെ കാശാണ്, മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട കാശ്. അത് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് എനിക്ക് ഇതുകൊണ്ട് ഞാൻ എൻ്റെ ആ ഡ്യൂട്ടിയാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ എടുക്കണം. എന്നോട് ക്ഷമിക്കേണ്ട ആൾക്കാർ ക്ഷമിക്കുക. അപ്പോൾ ഈ കേസ് ഉടനെ തന്നെ വരും. അപ്പോൾ 20 പേരാണ് അങ്ങനെ പേ ചെയ്യാനായിട്ട്. ഞാൻ 5 പൈസ കൊടുക്കില്ല, നോ പ്രോബ്ലം. നിങ്ങളുടെ പ്രോപ്പർട്ടി അവിടെ അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ബ്രീച്ച് പറയുന്ന പ്രൊവിഷൻസ് എല്ലാം വരും. കരാർ ലംഘനത്തിൻ്റെ പേരിൽ നമുക്ക് കേസെടുക്കാനായിട്ട് പറ്റും. പണം വീണ്ടെടുക്കൽ നമുക്കെന്ന് പറഞ്ഞാൽ മണി റിക്കവറി സ്യൂട്ടായിട്ട് നമുക്ക് മന്ത്ലി നമ്മൾ ജനറൽ ബോഡി തീരുമാനം എടുത്ത് പാസ്സാക്കിയിട്ടുള്ള അതിൻ്റെ മിനിറ്റ്സും അങ്ങ് കൊടുത്താൽ മതി. അപ്പോൾ അത് പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ നമുക്കൊരു മധ്യസ്ഥനെന്ന് പറഞ്ഞൊരു പ്രൊസീജിയറുണ്ട്. അതും ഇപ്പം നിങ്ങൾക്ക് നോട്ടീസ് നൽകി നിങ്ങളെ വിളിപ്പിക്കും. നിങ്ങളത് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹാജരാകുന്നില്ലെങ്കിൽ എക്സ് പാർട്ടി ആയിട്ട് ഒറ്റ പ്രാവശ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എക്സ് പാർട്ടി ആയിട്ട് അത് തീരുമാനമായതിനു ശേഷം പ്രൊസീഡിങ്സിന് കേസിന് പോകും. പിന്നെ നമുക്ക് അപ്പോൾ അതിൻ്റെ ഈ ക്ലോസ് 25 പ്രകാരം നമുക്ക് അതിനകത്തൊരു മധ്യസ്ഥതയും കൂടെ പറയുന്നുണ്ട്. പിന്നെ നമുക്ക് ഇൻ്റരിയം ഇഞ്ചക്ഷൻ വേണേൽ എടുക്കാം. ഈ പറഞ്ഞ് നിങ്ങളുടെ പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ സ്ഥലത്ത് കയറാൻ പറ്റുള്ളൂ, ഇല്ല അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വേണമെങ്കിലും നമുക്ക് ഉത്തരവെടുക്കാനായിട്ട് പറ്റും. പിന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കുന്നത് തടയാനായിട്ടോ വീട് വെക്കുന്നത് തടയാനായിട്ടോ ഇല്ല നിങ്ങൾ അറ്റാച്ച് ചെയ്യാനായിട്ടോ താൽക്കാലികമായിട്ട് പ്രോപ്പർട്ടി അറ്റാച്ച്, കാരണം അത് ബാക്കിയുള്ളവരുടെ സ്വത്താണ്. ഈ ബാക്കിയുള്ളവരുടെ നമ്മുടെ അത്രയും പേരുടെ സ്വത്താണ്. നിങ്ങളുടെ ഈ 20,000 രൂപയാണെങ്കിലും അല്ലെങ്കിൽ ഈ ഡ്യൂസായിട്ട് കിടക്കുന്ന പൈസയെല്ലാം. അപ്പോൾ അത് നമുക്ക് പിടിച്ചെടുക്കാനായിട്ടുള്ള അപ്പോൾ അതിൻ്റെ പലിശയും പിഴയുടെ പലിശയും പിന്നെ കരാർ ലംഘനമായിട്ട് കണക്ക് കൂട്ടിക്കൊണ്ട് അപ്പോൾ പിന്നെ അതുവരെ അവരുടെ ആനുകൂല്യങ്ങളെല്ലാം നിർത്തിവെക്കാം. അപ്പോൾ പൊതു സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നത് തടയാം. ക്ലബ് ഹൗസ്, ജിംനേഷ്യം മുതലായ സാധനങ്ങൾ വന്നു കഴിഞ്ഞാലും അത് ഉപയോഗിക്കുന്നത് തടയാം. അപ്പോൾ ഇത് മുഖാന്തരം നമുക്കുണ്ടായിട്ടുള്ളൊരു നഷ്ടത്തിനൊരു കോമ്പൻസേഷനും കൂടെ വേണമെങ്കിൽ അതിലേക്ക് നമുക്ക് ചോദിക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ AGM വഴി എടുത്തേക്കുന്ന തീരുമാനമാണ്. AGM വഴി എല്ലാവരും വന്ന് വോട്ട് ചെയ്ത് എല്ലാവരും ഒപ്പിട്ട് തീരുമാനമായി പോയിട്ടുള്ളതാണ്. അപ്പോൾ സ്പെസിഫിക് പെർഫോമൻസിന് നമുക്ക് ഷൂട്ട് നിൽക്കും. അങ്ങനെ അപ്പോൾ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ കേസിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ഇതേ ഉള്ളൂ. നിങ്ങൾ 20 പേരോ 28 പേരാണ് നിൽക്കുന്നതെങ്കിൽ അവരെ ഒന്നിച്ചൊറ്റ കേസായിട്ട് കൊടുക്കുക. എന്നിട്ടൊരു കാര്യം ചെയ്താൽ മതി. പിന്നീട് നിങ്ങൾ ആ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കൊടുത്താലും, പക്ഷേ കേസ് കോടതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ പ്രോസസ് ഫീസായിട്ട് നമ്മളൊരു പ്രൊസീഡിങ്സിൻ്റെ ഫീസ് ആയിട്ട് ഒരു 25,000 കൂടെ എക്സ്ട്രാ കൊടുക്കണം. അതും നമ്മളിപ്പോൾ തീരുമാനം ആകും. ഇത് ഞാനൊരു എഡ്യൂക്കേഷന് വേണ്ടിയിട്ടായി. ഇനി ഇങ്ങനൊരു തീരുമാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പം നിൽക്കുന്ന ആ പ്രശ്നത്തിൽ നിന്നെല്ലാം എനിക്ക് മാറ്റിയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഇതിന് മുന്നോട്ട് നമുക്ക് റിക്കവറി നടത്തി എക്സിക്യൂഷൻ നടത്തി പിന്നെ തന്നെയല്ല അവിടെ വൃത്തികേട് കാണിച്ചവരെ കൃത്യമായിട്ട് നമുക്ക് അവരെ എടുത്ത് പുറത്ത് കളയേണ്ട ആൾക്കാരെ പുറത്ത് കളഞ്ഞ് അവരിൽ നിന്ന് കോമ്പൻസേഷൻ വാങ്ങിച്ചെടുക്കേണ്ട ആൾക്കാരെ കോമ്പൻസേഷൻ വാങ്ങിച്ചെടുത്ത് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസൊക്കെ അറ്റാച്ച് ചെയ്ത് അവരെ ജയിലിൽ വിടേണ്ട ആൾക്കാരെ കൃത്യമായിട്ട് നിയമപരമായിട്ട് ജയിലിൽ പോകണം. ആ പീനൽ ഓഫൻസ് ഉള്ള ആൾക്കാർ കൃത്യമായിട്ട് ഇപ്പോൾ ഒന്ന് മജിസ്ട്രേറ്റിൻ്റെ ഗസ്റ്റായിട്ട് കുറച്ച് നാൾ ജയിലിലൊക്കെ ഒന്ന് പോയി കടന്നിട്ട് വന്നു കഴിയുമ്പോൾ അവർ നല്ല സിറ്റിസൺസായി മാറും. അപ്പോൾ അത് ഈ കേരളത്തിനൊരു പാഠമാകണം. അതെൻ്റെ ബുക്കിനകത്ത് എനിക്ക് ചേർക്കാനുമുണ്ട്. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു ലിറ്റിഗേഷൻ ഒരു പരിധി കഴിഞ്ഞ് പിന്നെ ആൾക്കാർ കൂടുതൽ പേര് അതിനകത്ത് ഈയാമ്പാറ്റകളെ പോലെ വന്ന് വീഴാതിരിക്കുക. കാരണം എൻ്റെ ഡ്യൂട്ടി ഞാൻ നിങ്ങൾ വ്യക്തിപരമായിട്ട് ഒരു വ്യക്തിയോടല്ല ഇത് ചെയ്യുന്നത്. ഞാനിവിടെ ചെയ്യുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാർട്ടും കൂടെ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ അതുകൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്കുക.